ഹുദൈബിയ. പഴയ മക്ക റോഡിലെ ഷുമൈസി ചെക്ക് പോസ്റ്റിനടുത്താണ് ഈ ചരിത്ര പ്രദേശം. മക്കയിലെ ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാനാകാതെ നാടുവിട്ട പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിലെത്തി 6 വർഷം പൂർത്തിയായ സമയം. അന്ന് റസൂൽ ഒരു സ്വപ്നം കണ്ടു. മക്കയിലെ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നത്. അത് അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടായി മനസ്സിലാക്കിയ റസൂൽ 1400 അനുചരന്മാരെയും കൂട്ടി മക്കയിലേക്ക് നീങ്ങി. മക്കയിൽ ശത്രുക്കൾ തടയാനൊരുങ്ങുന്നു. പിന്നാലെ റസൂലും അനുചരന്മാരും ഹുദൈബിയയിലെ ഈ താഴ്വരയിൽ തമ്പടിച്ചു. ഇതാണ് പള്ളിയുടെ പഴയ ഭാഗങ്ങൾ. മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച പള്ളിയുടെ ഭാഗങ്ങൾ 1000-ലേറെ വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ കാണാം. ഇവിടെ വെച്ച് മരണം വരെ മക്കക്കാർക്കെതിരെ പോരാടുമെന്ന് പ്രവാചകന്റെ പ്രഖ്യാപനം. പിന്നാലെ ഖുറൈശികളുമായി ചർച്ചയിലേക്കും ഉടമ്പടിയിലേക്കും എത്തി. 10 വർഷത്തേക്കുള്ള കരാറിലെ നിബന്ധനകൾ ഒറ്റ നോട്ടത്തിൽ തോറ്റുകൊടുത്തെന്ന് തോന്നുന്നതായിരുന്നു. ഉംറ ചെയ്യാൻ അടുത്ത വർഷം വരാമെന്നും ഇപ്പോൾ മടങ്ങിപ്പോകണമെന്നതുമായിരുന്നു പ്രധാന നിബന്ധന. റസൂലും കൂട്ടരും മടങ്ങി. എന്നാൽ മക്കക്കാരുമായി സമാധാനത്തിലേക്ക് നീങ്ങുന്നതായി തോന്നിയതോടെ അന്ന് മക്കക്കാരെ പേടിച്ച് മാറി നിന്ന ആയിരങ്ങൾ പരസ്യമായി ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങിയതായിരുന്നു കാഴ്ച. ഇതോടെ മക്കക്കാർ ഉടമ്പടി ലംഘിച്ചു. ഇതോടെ മക്കയിലേക്ക് 10,000 വരുന്ന പടയോടെ റസൂൽ നീങ്ങി. ഒടുവിൽ ഏറ്റുമുട്ടൽ പോലുമില്ലാതെ മക്ക വിജയം. ഒട്ടോമൻ കാലത്തിലെ കല്ലുകൊണ്ട് നിർമ്മിച്ച പള്ളി ഇന്നും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഹുദൈബിയ മസ്ജിദ്. വിജയത്തിലേക്കുള്ള വഴിയിൽ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും നയതന്ത്രത്തിന്റെയും സ്മാരകം കൂടിയാണ് ഇസ്ലാമിൽ ഹുദൈബിയ. പ്രവാചകൻ മക്കക്കാരുമായി ഒപ്പുവെച്ച ആദ്യ കരാറായിരുന്നു ഇത്. ആ ചരിത്രം പറയുന്ന പള്ളിയുടെ ഭാഗങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ വൺ. ചരിത്ര വഴികളിലൂടെ പവേർഡ് ബൈ STC Bank. Send money to India with no fees. Co-powered by Makkah Hypermarket. Big savings for every family.